നോമ്പ് പിടിച്ചാൽ നമുക്ക് തഖ്വ അല്ലാഹു നൽകും. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഏ വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, സ്വർഗത്തിൽ നിങ്ങൾ കടക്കണമെന്ന് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ നോമ്പ് പിടിക്കുന്നവരായി മാറും. നോമ്പ് പിടിക്കുന്നവരായി മാറും. നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് തഖ്വ ഉണ്ടാകും. നോമ്പ് പിടിച്ചാൽ തഖ്വ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന മാധ്യമം നോമ്പല്ലാതെ മറ്റൊന്നുമല്ല. ശരിയായ കാര്യമാണ്. ഒന്ന് അല്പം ഒന്ന് ചിന്തിച്ചു നോക്ക്. റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിട്ട് നമ്മൾ വിത്തന പറയാൻ പോകുമ്പോൾ രണ്ടുപേരിരിക്കുമ്പോൾ നമ്മൾ പറയത്തില്ല നോമ്പ് റമളാൻ മാസമായിട്ട് പിത്തനയും പ്രസാദം പറയാതെ എന്ന് നമ്മളൊരു വാക്കെങ്കിലും പറയും. എന്നാൽ നിസ്കരിക്കാൻ പോകുമ്പോൾ ഒന്നും എടുത്തിട്ട് വിത്തന പറയുമ്പോ ജമാഅത്തിന് കൈയിട്ട് നമുക്ക് നിസ്കരിച്ചിട്ടൊന്ന് പറയാം ബാ എന്ന് പറയുള്ളൂ. എന്നാ വേണ്ടാന്ന് പറയൂല. നിസ്കാരം കഴിഞ്ഞ അവിടെ എല്ലാ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു വിത്തന മജ്‌ലിസ് ഉണ്ട്. അവിടെ അങ്ങനെ ഇരുന്ന് ആ തൂണിൽ ഇങ്ങനെ ചാരി റാഹത്തായ രീതിയിൽ പറയാതെ തുടങ്ങും. ചർച്ച ചെയ്യും. ആ പള്ളിയുടെ സൈഡിൽ ഇങ്ങനെ ഈ തലയിലെ എണ്ണയുടെ പാട് ആ ഭിത്തിയിൽ കാണും. നാളെ ഈ ഓരോ പള്ളിയുടെ ഈ പാട് അള്ളാഹ് എടുത്ത് സെലക്ട് ചെയ്തിട്ട് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ ഇരുന്ന് ആരൊക്കെ ഭിത്തിന പറഞ്ഞോ ഈ മജ്‌ലിസിൽ പങ്കെടുത്തവരെ മുഴുവൻ അവിടെ ഹാജരാക്കും. ഓരോ പള്ളിയുടെ സിറ്റ് ഔട്ട് അള്ളാഹ് പൊക്കിയെടുക്കും. അവിടെ കൊണ്ടുവന്നിട്ട് അതൊക്കെ സ്കാൻ ചെയ്യാൻ പറയും. സ്കാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ ഉപ്പുപ്പന്മാരുടെ തലയുണ്ടോ അവരെ മൊത്തം പൊക്കിയെടുക്കും. അവിടെ കൊണ്ടുവരും. നിസ്കാരം കഴിഞ്ഞാൽ വേറെ ജോലിയൊന്നുമില്ലല്ലോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ വന്നിരുന്ന് ഇങ്ങനെ പനായും വിത്തനായും പറയാ. ആ നിസ്കാരം മൊത്തം റോഡിൽ കൂടെ പോയി നിസ്കരിക്കാത്തവന് കൊടുക്കും. നമസ്കരിക്കാത്തവർക്ക് നമസ്കരിക്കുന്നവർ കൊടുക്കുന്ന ഉപകാരമാണിതെല്ലാം. ബഹുമാനപ്പെട്ട പ്രവാചകൻ ഒരു ദിവസം സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അതദ്റൂന മൽ മുഫ്ലിസ്, സഹാബത്തെ ആരാണ് ഒന്നുമില്ലാത്തവനെന്നറിയുമോ? ഖാലൂ അൽ മുഫ്ലിസു ഫീനാ മല്ലാ ദിർഹമ വലാ ദീനാർ. ഞങ്ങളിൽ ഒന്നുമില്ലാത്തവൻ ഒരു ദിർഹമോ ഒരു ദിനാറോ ഇല്ലാത്തവനാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബാക്കൾ നബി തങ്ങളോട് മറുപടി പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇല്ല ഇല്ല, അങ്ങനെയല്ല. മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ അൽ മുഫ്ലിസു ഫീനാ, നമ്മളിൽപ്പെട്ട മുഫ്ലിസ് ഒന്നുമില്ലാത്തവർ എന്ന് പറഞ്ഞാൽ മയ്യതി യൗമൽ ഖിയാമ, അവർ ഖിയാമത്ത് നാളിൽ വരുമത്രേ, ബിസ്സലാത്തിൻ നമസ്കാരവുമായി, വസിയാമിൻ നോമ്പുമായി, വസകാത്തിൻ സകാത്തുമായി, വഹജ്ജിൻ ഹജ്ജുമായി, ഒരുപാട് സുഹൃതങ്ങളുമായി നാളെ സ്വർഗത്തിലേക്ക് കടന്നു വരുമത്രേ. സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോൾ അതാ മറ്റൊരു ഭാഗത്തു നിന്ന് മുറവിളി കൂട്ടിക്കൊണ്ട് ഒരു കൂട്ടർ വരുമത്രേ. വയതി മൻഷതമഹാദാ വസഫകദമഹാദാ വലറബഹാദാ വകലമാലഹാദാ ഫയുഅതാ മിൻ ഹസനാതിഹി ثم തുരിഹ ഫിന്നാർ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും അവരുടെ നമസ്കാരവും അവരുടെ നോമ്പും അവരുടെ സകാത്തും അവരുടെ ഹജ്ജും അവരുടെ ഖുർആൻ ഓതലുകളും അവരുടെ ദിക്റുകളും അവരുടെ സലാത്തുകളും അവരുടെ നല്ല നല്ല നന്മയായ കാര്യങ്ങളുമായി നാളെ ഖിയാമത്ത് നാളിൽ ഒരു കൂട്ടർ ഹാജരാകുമത്രേ. ആ ഇബാദത്തുകളുമായി സ്വർഗത്തിലേക്ക് കടക്കാൻ പോകുമ്പോ അതാ മറ്റൊരു ഭാഗത്തു നിന്ന് ഒരു കൂട്ടർ വരുകയാണ്. അവര് പറയുന്നു, അല്ലാ, ഇവരെ നീ സ്വർഗത്തിലേക്ക് കടത്തരുത്. ഞാൻ നമസ്കാരമില്ലാത്തവനായിരുന്നു, ഞാൻ നോമ്പ് പിടിക്കാത്തവനായിരുന്നു, പക്ഷേ ഇവർ നമസ്കരിച്ചും നോമ്പ് പിടിച്ചും എന്നെ തെറി പറഞ്ഞവരാണ് റബ്ബേ. മറ്റൊരു കൂട്ടർ വരികയാണ്, അല്ലാഹുവേ, എന്നെ അകാരണമായി കൊന്നുകളഞ്ഞവനാണ് ഇവൻ റബ്ബേ, അതുകൊണ്ട് ഇവനെ നീ സ്വർഗത്തിലേക്ക് അയക്കരുത് നാഥനെ. മറ്റൊരു കൂട്ടർ വരികയാണ്,
പടച്ച തമ്പുരാനെ അകാരണമായി കാരണമില്ലാതെ വെറുതെ ദുർവാശിയോടെ വൈരാഗ്യത്തോടെ എന്നെ അടിച്ചവനാണ് അല്ലാഹ്. ഇവനെ സ്വർഗത്തിലേക്ക് വിടരുതേ റബ്ബേ. മറ്റൊരു കൂട്ടർ വരികയാണ്, പടച്ചവനെ ഇവൻ നമസ്കാരവും നോമ്പും വിവാദത്തുകളും ഉള്ളവനായിരുന്നു, പക്ഷേ എന്റെ സമ്പത്ത് എന്റെ മുതൽ അന്യായമായി തിന്നവനാണ് റബ്ബേ. അതുകൊണ്ട് ഇവനെ സ്വർഗത്തിൽ കടത്തരുതേ തമ്പുരാനെ എന്ന് ഈ ഓരോരുത്തരും പടച്ച തമ്പുരാനോട് പറയുമ്പോ അല്ലാഹു തആല മലക്കുകളോട് പറയുമത്രേ, നോക്കൂ ഇവര് പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? അപ്പൊ മലക്കുകൾ പെട്ടെന്ന് ഫയൽ എടുത്ത് നോക്കും. ഈ നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് നോമ്പുമായി സക്കാത്തുമായി സ്വർഗത്തിൽ പോകാൻ വേണ്ടി വന്നവരുടെ ഫയൽ എടുത്തു നോക്കുമ്പോ മലക്കൾ പറയും, ശരിയാണ് അല്ലാഹ്, വെറുതെ ചീത്ത വിളിച്ചവനാണ് ഇവനെ, വെറുതെ അടിച്ചവനാണ് ഇവനെ, ഇവന്റെ സ്വത്ത് തിന്നിട്ടാണ് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് ഫസ്തിന മജ്ലിസിൽ പോയി വലിയ തസ്ബീഹ് ഉരുട്ടിക്കൊണ്ടിരുന്നത്, വെറുതെ ഇവൻ ആളുകളെ അപരാധം പറഞ്ഞവനാണ്, അപവാദം പറഞ്ഞവനാണ്. അല്ലാഹുവേ ഉടനെ ഈ പാവിയായ മനുഷ്യന്, ഈ നന്മയുള്ള മനുഷ്യന്റെ എല്ലാ നന്മകളും അല്ലാഹു എടുത്ത് ഈ പാവിയുടെ മേലേക്ക് ഇട്ടുകൊടുക്കുമത്രേ. ഈ ദുനിയാവിൽ വെച്ച് 60 വയസ്സ് 70 വയസ്സ് വരെ നമസ്കരിച്ച് ഇബാദത്തെടുത്ത ഈ ചങ്ങാതിയുടെ ഹൃദയം ബ്ലാങ്ക്, എംപ്റ്റി, ഒന്നുമില്ലാതെയായി. എല്ലാ അമലും ആർക്ക് കിട്ടി? ഈ റോഡിൽ കൂടെ വെറുതെ നിസ്കരിക്കാതെ പോകുന്നവന് കിട്ടി. അവനെ കുറിച്ച് വെറുതെ പറഞ്ഞ് ഫനായും ഫിത്നായും ഫസാദും പറഞ്ഞപ്പോ അവനിതൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ ഇതെല്ലാം അല്ലാഹു ഖിയാമത്ത് നാളിൽ വെച്ച് എടുത്ത് ഇവനിട്ട് കൊടുക്കും. അപ്പോൾ അവന്റെ ഹൃദയം എന്തായി? ഒന്നുമില്ല, ഒരമലുമില്ല. അവനെ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇവനാണ് മുഫ്ലിസ്, ഇവനാണ് ഒന്നുമില്ലാത്തവനെന്ന് കാരുണ്യത്തിന്റെ തിരുദൂതനായ മുഹമ്മദ് മുസ്തഫ. ഇവനാണ് ഒന്നുമില്ലാത്തവൻ, അതല്ലാതെ ദിർഹമോ ദിനാറുകളോ ഇല്ലാത്തവനല്ല. ഖിയാമത്ത് നാളിൽ ഒന്നുമില്ലാത്തവൻ വരുന്ന അവസ്ഥയാണിത്. ഇവിടെ വെച്ച് ഒരുപാട് ഇബാദത്തുകളൊക്കെ വാരിക്കോരി കൂട്ടും, പക്ഷെ ആഖിറത്തിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ മറ്റൊരാൾക്ക് വേണ്ടി ഇവനെല്ലാം സമ്മാനിക്കേണ്ടി വരും. അതുകൊണ്ട് ആരെ കുറിച്ച് നമ്മൾ ഒരു ഫനായും പറയരുത്, ഒരു ഫിത്നായും പറയരുത്, ഒരു ഫസാദും പറയരുത്, ഒരു കാര്യവും പറയാം. റമളാൻ മാസം വരുന്നു, റമളാൻ വരുമ്പം ഫനായും ഫിത്നായും തുടങ്ങുന്നത് മുൻകൂർ ജാമ്യം എടുത്തോണ്ടാ. എങ്ങനെ? അല്ല കാക്ക, ഞാൻ അവന്റെ കുറ്റം പറയല്ല, ഞാൻ അവന്റെ കുറ്റം പറയല്ല, അവനുണ്ടല്ല ഇന്നലെ രാത്രി ഇന്ന വീട്ടിൽ കയറി പോന്ന ഞാൻ കണ്ടല്ലോ, റമളാനിൽ നോമ്പ് പിടിച്ചോണ്ട്. ആദ്യം എന്താ ജാമ്യം, മുൻകൂർ ജാമ്യം. ഞാൻ അവന്റെ കുറ്റം പറയല്ല, പിന്നെ എന്തായി പറയാൻ പോണത്? ഞാൻ അവന്റെ കുറ്റം പറയല്ല എന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടാ റമളാൻ മാസത്തിൽ ഫനായും ഫിത്നായും ഫസാദും പറയാൻ പോണത്. വെറുതെ പാവം പിടിച്ചവന് നോമ്പ് കിട്ടും, നമ്മൾ പട്ടിണിക്കിരുന്നത് മിച്ചം. പട്ടിണിക്കിരുന്നിട്ട് ഒരു പുണ്യമില്ല. ആരെ കുറിച്ചും അനാവശ്യമായി നമ്മൾ പറയരുത്. ഒരാളുടെ മുഖത്ത് നോക്കി നമ്മളൊരു വെറുപ്പോടുകൂടി നോക്കരുത്. ആരുമാകട്ടെ, നമ്മുടെ എത്ര വലിയ വിരോധിയുമാകട്ടെ, അവന് നിങ്ങൾ സലാം പറ, അവനോട് സന്തോഷത്തോട് കൈ കൊടുക്ക്, അവനുമായി സന്തോഷത്തോട് കഴിഞ്ഞുകൂട്. ഒരു സലാമെങ്കിലും പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെ പോയി നിങ്ങൾ കാണണം, അവരുമായി ഇഴുകിച്ചേരണമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ ശരി എങ്കിൽ നമുക്ക് ആഖിറത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും. ഇവരെ തഖ്വയുള്ളവരാണ്. മുത്തഖീങ്ങൾക്ക് ഇത് സാധിക്കുകയുള്ളൂ, മുത്തഖീങ്ങൾക്ക് മാത്രമേ ഇതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ നോമ്പ് പിടി, നിങ്ങൾ മുത്തഖീങ്ങളാകും. നോമ്പ് പിടിച്ചിട്ട് നമ്മൾ പള്ളിയുടെ വാതിലിൽ ഇരുന്നുകൊണ്ട് ബസ്സിൽ പോകുന്ന പെണ്ണുങ്ങളെ നോക്കുവോ? നോക്കാൻ നമുക്ക് തോന്നൂലല്ലോ. ആരെങ്കിലും അളിയ ഇല്ല, അത് കണ്ടോടാ, നോമ്പും പിടിച്ചിട്ട് നീ കണ്ണ് സൂക്ഷിക്കടാ. എന്നാൽ ഒന്നുമെടുത്തിട്ട് നിസ്കരിക്കാൻ കയറി പള്ളിയുടെ സിറ്റ് ഔട്ടിൽ നിൽക്കുമ്പോൾ ഒരു ബസ് പോകുന്നു, ഒരു കൊച്ചു മിഡിയൻ ടോപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്നെങ്കിൽ എന്നാ നോക്കിയിട്ട് നിസ്കരിച്ച് കളയാം. ഇമാമ റുക്കൂലാണ്, എന്നാൽ ഇയാളാണെന്ന് ഒന്ന് കണ്ടിട്ട് പോയിട്ട് അല്ലാഹു അക്ബർ നിസ്കരിക്കുമ്പോൾ ചിന്ത എന്താ? ആ കൊച്ചിന്റെ മിനിസ്കർട്ട്, ആ കൊച്ചിന്റെ മിഡിയൻ ടോപ്പ്, ഇതാണ് മനസ്സിൽ വരിക. ഒരു പെണ്ണിനെ ഇവിടെ വെച്ച് നമ്മൾ കണ്ടിട്ട് നിസ്കരിക്കാൻ പോയാൽ ശൈത്താന് ആ പെണ്ണിന്റെ മുഖം, ആ പെണ്ണിന്റെ ഡ്രസ്സ്, ആ പെണ്ണിന്റെ ശരീരഘടന, ആ പെണ്ണിന്റെ പുഞ്ചിരി, ആ പെണ്ണിന്റെ ചിറി, ആ പെണ്ണിന്റെ കർണപുടം, ആ പെണ്ണിന്റെ ഓരോരോ അവയവങ്ങൾ നമ്മുടെ മുന്നിൽ വരച്ചു തരും നിസ്കരിക്കാൻ കഴിയട്ടെന്നോ.
വാളുകെട്ട ഇതൊന്നും ശൈത്താൻ വരച്ചു തരൂല. വാളുകെട്ട പറയും നീ പ്രസംഗിക്കാന്ന് കേൾക്കാൻ പോണ്ട, കാരണം അവിടെ പെണ്ണുമ്പിള്ള വിളിക്കുന്നത് നേരത്തെ പോ, അവിടെ ഗേറ്റടയ്ക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് പോയി കയറ്, നീ ഇവിടെ കിടന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കേണ്ട, വാളൊന്നും പറയാൻ കേൾക്കാൻ ശൈത്താൻ പറയും. എന്നാൽ ഇവിടെ വേറെ ഒരു കാവ്യമാത നൃത്തം ചവിട്ട് വന്നെങ്കിൽ ഈ ഉമ്മത്തുകൾ ഇങ്ങനെ പോവോ? ശൈത്താൻ പറയും നീ അങ്ങോട്ട് പോയി നോക്കാം, അയ്യോ അവള് കഷ്ടപ്പെട്ട് വന്നതാ കണ്ണൂരിന്ന്, ഇപ്പോഴേ ഒന്നും കിട്ടത്തില്ല, വേണമെങ്കിൽ പോയി കാണും, വാള് എല്ലാ മുസ്ലിയാക്കന്മാരും എപ്പോഴും ഇവിടെയൊക്കെ നടപ്പുണ്ട്, അതൊക്കെ കേൾക്കാം. ശൈത്താൻ പറയും. അപ്പൊ അതിനെ നമ്മൾ കേൾക്കും. എന്ന പോലെ കൈകെട്ടി നിസ്കരിക്കാൻ നിൽക്കുമ്പോ എന്താ ചിന്ത ഇങ്ങനെ അവളെ കുറിച്ച് ഇങ്ങനെ ചിന്ത ഉണ്ടാക്കും. എന്നാൽ റമദാൻ മാസമാകുമ്പോ നമ്മളിത് നോക്കൂല. റമദാൻ മാസമാകുമ്പോ റീചാർജ് കൂപ്പണൊക്കെ കുറയും. കാരണം എന്താ? നോമ്പ് പിടിച്ചോണ്ട് അവളെ വിളിക്കാൻ പറ്റില്ല, സൊല്ലാൻ പറ്റില്ല, നോമ്പ് ഫസാദായി പോകും. പിന്നെ വിളിക്കുന്നതൊക്കെ തറാവീഹ് നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും. നോമ്പും പിടിച്ചോണ്ട് വിളിക്കാൻ നിൽക്കൂല. റീചാർജ് കൂപ്പൺ എല്ലാം കടയെല്ലാം പൂട്ടേണ്ടി വരും. റമദാൻ മാസമായിട്ട് മൊത്തത്തിൽ പ്രശ്നമാണ്. റമദാൻ മാസമാകുമ്പോഴേ പറയും ഷഅബാന്റെ അവസാനത്തിൽ ഇങ്ങനെ വിളിക്കല്ലേ കരളെ, ഇനി ഒരു മാസമാ, എന്റെ റമദാൻ നീ ഫസാദാക്കി കളയല്ലേ, ഇടങ്ങാറാക്കല്ലേ, എന്റെ നോമ്പ് നീ ഇടങ്ങാറാക്കിയിട്ട് പിന്നെ അങ്ങനെ ഹി ഹാ ഹൂന്നൊന്നും പറയരുത്. അത് നേരത്തെ പറഞ്ഞിട്ട് ആ സിം അങ്ങ് മാറ്റിയിട്ട് വേറെ സിം എടുത്തൊക്കെ ഇടും ഒരു മാസത്തേക്ക്. ഒരു 10 തറാവീഹ് കഴിയുമ്പോൾ മനസ്സിനകത്തിരുന്ന് അയ്യോ വിളിക്കാൻ പറ്റാതൊരു വല്ലാത്ത വെപ്രാളത്, എന്താ ചെയ്യുക. അപ്പൊ തറാവീഹ് കഴിഞ്ഞിട്ട് ഒരു മിസ് കാൾ അടി. അതും തറാവീഹ് കഴിഞ്ഞിട്ടായിരിക്കും. റമദാൻ മാസത്തിൽ നിങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഉള്ള അമല് നഷ്ടപ്പെടുത്തരുത്. അവിടെ അവൻ സൂക്ഷിക്കും, ചെറുപ്പക്കാരൻ സൂക്ഷിക്കും. എത്ര ഓടി കളിച്ച് ബാറ്റ് കളിച്ച് ക്രിക്കറ്റ് കളിച്ച് ഫുട്ബോൾ കളിച്ചിട്ട് വന്നാലും ക്ഷീണിച്ച് അവശനായി ദാഹിച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി വന്നാലും ഫ്രിഡ്ജിനകത്ത് തണുത്ത വെള്ളം വരുന്നാലും കുടിക്കുവോ? എടുത്തു വെച്ചിട്ട് കുടിക്കൂല. എന്തുകൊണ്ട്? അള്ളാഹെ പേടിച്ചിട്ട്. ഇതാണ് നോമ്പ് കൊണ്ട് മാത്രമേ അള്ളാഹയെ പേടിക്കാൻ കഴിയുള്ളൂ, സൂക്ഷിക്കാൻ കഴിയുള്ളൂ. ആ നോമ്പിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തെ മെരുക്കിയെടുത്തുകൊണ്ട്, നമ്മുടെ ശരീരത്തെ സംസ്കരിച്ചെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ മുത്തഖി എന്ന പദവി അള്ളാഹുവിന്റെ അടുക്കൽ കരസ്ഥമാക്കാൻ റമദാനിലെ നോമ്പ് കൊണ്ട് മാത്രമേ കഴിയുകയുള്ളൂ.